ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയൊക്കെ ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ശ്രുതി പറയണത്, എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ വീട് വാങ്ങിയാൽ കൊള്ളാമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ശ്രുതി എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ പറയാ തന്നെ എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നമുക്ക് ഇതങ്ങോട്ട് ഡീലങ്ങോട്ട് ഉറപ്പിക്കല്ലേ ശ്രുതി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഓണർമാർ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഏതായാലും നന്നായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ കുറേ വിവരിച്ചായിരുന്നു. പിന്നെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വീട് നോക്കിക്കോളും എന്നൊക്കെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ശ്രുതി നിങ്ങൾക്ക് ഈ വീട് തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ 5 കോടിയുടെ പ്രോപ്പർട്ടി ആണത്. അതുകൊണ്ട് ഞങ്ങളിത് 3 കോടിക്ക് തരുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ, സാർ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, 5 കോടിയുടെ ഈ വീട് എന്തുകൊണ്ടാണ് സാർ 3 കോടിക്ക് ഞങ്ങൾക്ക് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞങ്ങൾ 5 കോടിക്ക് ഒരാളിൽ നിന്ന് മേടിച്ച, പിന്നെ ഇതിൻ്റെ കുറേ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ 2 കോടി രൂപയാണ് ചിലവായത്. അങ്ങനെ ചിലവായതിൻ്റെ ആ പൈസ മാത്രം തന്നാൽ മതി, പിന്നെ 1 കോടി രൂപ ഞങ്ങൾ കൂട്ടി മേടിക്കുന്നു, അത്രയും മാത്രമുള്ളെന്നൊക്കെ ശ്രുതിയോട് പറയുകയാണ്. അപ്പോൾ അയാളൊരു നല്ല മനസ്സ് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് പോയി, എൻ്റെ ദൈവമേ സാർ, എന്നാലും ഞങ്ങൾക്ക് ഇത്രയും കുറച്ചാണല്ലോ തരുന്നത്, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു അടിപൊളി വീട് മേടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ ശ്രുതി പറയുക. അപ്പോൾ ഈ ഓണറിൻ്റെ ഭാര്യയാണെങ്കിൽ, അതെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്, ഞങ്ങൾക്ക് കുറേ സമ്പാദ്യമുണ്ട്, നല്ല നല്ല ബിസിനസ്സുകളുണ്ട്, ഞങ്ങൾക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും, ആ പ്രോഫിറ്റ് കിട്ടുന്ന പൈസ എല്ലാം ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കുകയാണ് ചെയ്യാറ്. പാവപ്പെട്ട കുട്ടികൾക്കും അനാഥരായ വൃദ്ധമാർക്കുമൊക്കെ ഞങ്ങൾ ഈ പൈസകളെല്ലാം വാരി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രുതിയുടെയൊക്കെ കണ്ണിങ്ങനെ തള്ളുകയാണ്. അപ്പോൾ നിങ്ങളത് മേടിക്കാൻ സ്ഥിതിക്ക് അതെ ഈ എഗ്രിമെൻ്റൊക്കെ ഒന്ന് വായിച്ച് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അത് വായിച്ച് നോക്കാം. ശ്രുതി വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എല്ലാം ക്ലിയർ ആയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാർ എനിക്കിത് മൊത്തത്തിൽ മനസ്സിലായി, എനിക്കെല്ലാം ക്ലിയർ ആണ് സാർ എന്ന് പറയാണ്. അതെ എങ്കിൽ പിന്നെ ഡീൽ അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ? സാർ ഡീൽ ഉറപ്പിക്കാം സാർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 50 ലക്ഷം രൂപ തരണമെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ഒക്കെ ഞെട്ടിപ്പോയി. 50 ലക്ഷം രൂപയോ സാർ? അതെ ഞങ്ങൾക്കൊരു 50 ലക്ഷം രൂപ തന്നെ സാർ. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ എടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ല സാർ, ഞങ്ങൾ വേണമെങ്കിൽ ഒരു 30 ലക്ഷം രൂപ തരാം സാർ, ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നെ തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ സാർ. അപ്പോൾ ഇയാളാണെങ്കിൽ ശരി 30 ലക്ഷമെങ്കിൽ 30 ലക്ഷം, ബാക്കി 2 കോടി ഇത്ര ലക്ഷം രൂപ എനിക്ക് 6 മാസത്തിനുള്ളിൽ തന്നിരിക്കണം. തീർച്ചയായിട്ടും സാർ, 6 മാസത്തിനുള്ളിൽ സാറിന് ആ ഒരു പൈസ ഞാൻ തന്നിരിക്കും. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ എടുക്കാനുണ്ടേ, അപ്പോൾ ലോണിൻ്റെ കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങളൊരു 6 മാസത്തെ കാലയളവ് സാറിനോട് ചോദിച്ചത്. ഉറപ്പായിട്ട് ഞങ്ങൾ ആ പൈസ തന്നിരിക്കും എന്നൊക്കെ പറയാം. വളരെയേറെ സന്തോഷം. അപ്പം നമുക്ക് ഈ ഡീൽ ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡീൽ ഉറപ്പിക്കുക. എന്നിട്ട് ശരി സാർ എങ്കിൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പൈസ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയുടെ കൂട്ടുകാരൻ പറയാണ്, ശ്രുതിയുടെ കൂട്ടുകാരനോട് ശ്രുതി പറയാണ്, അവരുടെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, നീ കാരണമാണ് ഈ ഒരു പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതായത്. അപ്പോൾ ഈ ഒരു ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഏടാ നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതിൻ്റെ കമ്മീഷൻ എനിക്ക് മതി. ഇത് കേട്ടപ്പോൾ തരാടാ കമ്മീഷൻ, ഇനി ഇത് വലിയൊരു കൊട്ടാരം തന്നെയല്ലേ സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പോയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ഓണർ, അതായത് ഇത് ഓണറല്ല അവിടുത്തെ വാടകക്കാരാണ്, എടി നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലേ, പിന്നെ അല്ലാതെ തിരുമണ്ടന്മാർ നമ്മൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് തലയാട്ടിക്കൊണ്ടിരുന്ന കണ്ടില്ലേ, എന്ത് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ബുദ്ധി എന്ന് പറഞ്ഞ ലേശമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിജയിച്ചു, ഇനി അവർ 30 ലക്ഷം രൂപ തരും നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഓണറുടെ കയ്യിലേക്ക് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ നമ്മൾ ഏൽപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ കുടിശ്ശിക അങ്ങോട്ട് തീർന്നു, ബാക്കി നമ്മൾ ഇതും കൊണ്ട് അങ്ങോട്ട് എസ്കേപ്പ് ആകും. അങ്ങനെ വേറൊരു ഇരയെ തേടി നമ്മൾ പോകും. ഇനിയും കുറേ കോടികൾ വില മതിക്കുന്ന വീടുകളായിരിക്കണം നമ്മൾക്ക് വാടക എടുക്കാൻ. എന്നിട്ട് ഇതേപോലെ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി ചില മണ്ടന്മാരെയൊക്കെ നമുക്ക് പറ്റിക്കാനുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ പറയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അവിടെ വലിയൊരു കെണിയിലാണ് പെട്ടുപോയിരിക്കുന്നത്, വലിയൊരു
പൈസക്കാണെങ്കിൽ പെട്ടുപോയിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പം രേവതി ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുകയാണ്. രേവതി ഇരിക്കും. രേവതിയുടെ വർക്കെല്ലാമേ ഓണർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിൽ വന്ന ആൾക്കാരും അതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അതിഗംഭീരമായ ഇഷ്ടമാണ് മനസ്സിലേക്ക് തോന്നിയിരിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് സാറേ. എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അവിടെ ഓഡിറ്റോറിയത്തിലൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ സാധ്യമായത്. അപ്പോൾ നല്ലൊരു അഭിപ്രായം കൂടി പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ രേവതി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാനൊരു 10,000 രൂപ അഡ്വാൻസ് തന്നായിരുന്നില്ലേ, ഇപ്പോൾ ബാക്കി എല്ലാം കൂടി കൂട്ടി ഇതിൽ പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് രേവതിയുടെ കയ്യിലേക്ക് ആ ഒരു പൈസയുടെ കിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് രേവതി ആണെങ്കിൽ കണ്ണിലിങ്ങനെ വെച്ചിട്ട് എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയണേ, എണ്ണി നോക്കൂ രേവതി. വേണ്ട സാറേ, എണ്ണി നോക്കിയതുപോലെ തന്നെയായി സാറേ. അതേ രേവതി, ഇനി രേവതി ഇവിടെ വന്ന വർക്കുകളെല്ലാം ഇനി എനിക്ക് രേവതിക്കുള്ളതാണ്. വളരെയേറെ സന്തോഷം സാറേ. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ഈ ഒരു ഓഡിറ്റോറിയം കൂടിയാണല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അതേ ഹേമ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ഹേമ എന്ന് പറഞ്ഞ ആ മേഡം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ തലയെടുക്കും. അയ്യോ അതെന്താ സാറേ? ഹേമയാണ് ഇതൊക്കെ പിടിച്ചോണ്ടിരുന്നേച്ചത്, ഓർഡറൊക്കെ പിടിച്ചോണ്ടിരുന്നേച്ചത്. ഇപ്പോൾ രേവതിക്ക് ഞാനിത് തന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയെടുക്കും. അവരെ ഭയങ്കരിയാണ്. പിന്നീട് ഹേമയെ കാണിക്കുകയാണ്. ഹേമ ആ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. രേവതിക്ക് എതിരാളിയായി തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഡ്രൈവറാണെങ്കിൽ ചുറ്റുപാട് നോക്കി എൻ്റെ അമ്മ അടിപൊളി, അയ്യോ മേഡം ഇറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മേഡം ഓഡിറ്റോറിയത്തിൽ വർക്കെല്ലാം കഴിഞ്ഞെന്നല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാളുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. എടാ നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് നെഗറ്റീവ് അടിക്കാനാണോടാ എന്നൊക്കെ പറഞ്ഞു. അയ്യോ മേഡം ഞാൻ ഈ ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പോയെന്നേ ഉള്ളൂ മേഡം എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ ആണല്ലേ സാറേ ആ ഹേമ മേഡം അപ്പോൾ അത്രയും ഭയങ്കരിയാണോ? പിന്നെ അല്ലാതെ ഭയങ്കരിയാണോന്നോ? ഭയങ്കര. അയ്യോ അതെ, ഞാനല്ലല്ലോ ഓർഡർ തട്ടിയെടുത്തത്. ഞാനിവിടെ ഇങ്ങനെ ഒരു ഓഫർ വന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തന്നെയല്ലേ എനിക്കാരും ആ ഓർഡർ തന്നത്. അപ്പോൾ ഞാനല്ലല്ലോ ഇതിൽ കുറ്റക്കാരി. ഇനി അഥവാ എനിക്ക് ഇവിടെ ഓർഡർ എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഹേമ മേഡത്തിന് തന്നെ കൊടുത്തേക്കൂ എൻ്റെ പൊന്ന് സാറന്മാരെ. എനിക്കിനി പ്രശ്നത്തിലും വലിക്കൊന്നും തലയിടാനായിട്ട് വയ്യ. രേവതിയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഈ ഹേമ എന്ന് പറഞ്ഞത്. ആർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം തനിക്ക് സ്വന്തം എന്നും പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ ഹേമ മേഡം. ഇതൊക്കെ കേട്ട് രേവതിക്ക് പേടി തോന്നുക. ശരി സാറേ, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതി അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കോള് വരികയാണ്. ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോൾ അവിടെ കട്ടാക്കാണ്. അങ്ങനെ രേവതി ഇപ്പുറത്ത് കൂടി പാസ്സാകുന്നു, നമ്മുടെ ഹേമ മാഡം അപ്പുറത്ത് കൂടിയും പാസ്സായി പോകുന്നു. അവരെ രണ്ടുപേരും പരസ്പരം കാണുന്നുമില്ല. അങ്ങനെ ഹേമ നേരെ ഈ മാനേജറുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എടോ താൻ എനിക്കിട്ട് വലിയൊരു പാര തന്നെ വെച്ചല്ലേടോ, താൻ എനിക്ക് തരേണ്ട ഓർഡർ വേറൊരിടത്തേക്ക് കൊടുത്തെന്ന് അറിഞ്ഞല്ലോടോ, ഒരു കല്യാണമൊക്കെ ഇവിടെ നടന്നല്ലേ, അപ്പോൾ നമ്മളെ ചതിക്കുകയാണ് തൻ്റെ പരിപാടികൾ. അയ്യോ ഹേമ മേഡം വേറൊന്നും കൊണ്ടല്ല ഹേമ മേഡം, ഇതിൽ ഞാനല്ല തീരുമാനിച്ചത്, ഇതിൻ്റെ യഥാർത്ഥ ഓണർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഓർഡർ കൊടുത്തത്. എടോ താൻ ഓണറോട് പറഞ്ഞു, അതുകൊണ്ട് ഓണർ തന്നോട് പറഞ്ഞു ആ ഓർഡർ സ്വീകരിച്ചോളാൻ. അത്രയല്ലേ ഉണ്ടായിരുന്നു. ഇത്രയും നാളും ഇവിടുത്തെ ഓർഡർ സ്വീകരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാനല്ലേടോ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വേറൊരാൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് തനിക്ക് എങ്ങനെയാണോ കൊടുക്കാൻ തോന്നിയത്? ഇതെല്ലാം താൻ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അയ്യോ മേഡം പ്രശ്നം ഉണ്ടാക്കരുത് മേഡം. ആർക്കാ കൊടുത്തത് എന്നൊക്കെ ചെയ്യുമ്പോൾ രേവതി എന്ന് പറഞ്ഞൊരു പെണ്ണിനാണ് കൊടുത്തത്. അപ്പോൾ മേഡം കണ്ടില്ലായിരുന്നോ? ഇല്ല കണ്ടില്ല, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയതല്ലോ, വാ മേഡം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഹേമയെയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രേവതി അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന രംഗമാണ് ഹേമ കാണുന്നത്. അപ്പോൾ ഹേമയ്ക്ക് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ കലി വരിക. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രേവതി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഓ ഇവളാണല്ലേ രേവതി, എൻ്റെ ശത്രു, കൊടുക്കാം, ഇവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് ഹേമ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രയെയും അതേപോലെ തന്നെ രവിയെയും കാണിക്കുകയാണ്. ഇവരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തല്ലിപിടുത്തമാണല്ലോ. അപ്പോൾ രേവതി കയറി വരികയാണ്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി വരിക. നീ എത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നടി? ഇവിടെ ഓള് പൂ വിൽക്കാൻ വേണ്ടി പോകുന്നു, പൂ കച്ചവടത്തിന് വേണ്ടി പോകുന്നതാണ്, തോന്നിയാസ്തം പോലെ ഇങ്ങോട്ട് കയറി വരുന്നു, ഇത് എൻ്റെ സത്രമാണെന്ന് വിചാരിച്ചു ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കേ. അവളൊരു പൂകാര്യത്തിന് പോയതല്ലേ,
പൂ കച്ചവടത്തിന് പോയതല്ലേ, അപ്പോൾ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ വരാൻ പറ്റിയില്ലെന്നൊക്കെ വരും. അതിന് നീ എന്തിനാണ് ചന്ദ്ര ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുക. അച്ഛാ ഇന്ന് അച്ഛാ സ്വീറ്റ് എന്ന് പറയാം. എന്താ മോളെ സ്വീറ്റൊക്കെ, എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛൻ സ്വീറ്റ് എടുക്ക്, അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഷുഗറാണ്, നിങ്ങളത് ആലോചിച്ച് വേണം കഴിക്കാനായിട്ട്. ഇവളെപ്പോഴും കൊണ്ടുവന്ന് ഈ മധുരം കൊടുക്കുന്നുണ്ടല്ലോ. ഇവളെന്താണിങ്ങനെ എല്ലാവരെയും കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. എൻ്റെ പൊന്നു ചന്ദ്ര, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രേ. രേവതി പറയട്ടെ. മോളെ പറ, എന്താണ് മോൾക്കുള്ള സന്തോഷം? അതെ, ഞാനന്ന് ഓഡിറ്റോറിയത്തിൽ വർക്കൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നല്ലോ, അതിനൊരു 10,000 രൂപ അഡ്വാൻസ് തന്നായിരുന്നില്ലേ? പക്ഷെ ആ വർക്ക് ഓണർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന്. എനിക്കതുകൊണ്ട് ബാക്കി പൈസയും കൂടി തന്നച്ചാ. ഇത് കേട്ട ചന്ദ്രയുടെ കണ്ണ് തള്ളുക. അപ്പോൾ രേവതി പറയാ, കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് ഇതേപോലെ ഓഡിറ്റോറിയത്തിലെ വർക്കൊക്കെ ചെയ്ത് നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊന്നും നടന്നില്ല. ഇപ്പോൾ എൻ്റെ ആ ഒരു സ്വപ്നം സഫലമായി അച്ഛാ എന്ന് പറയാ. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ നല്ല കുടുംബത്തിലേക്ക് കയറണോടി, അതുകൊണ്ടാ നിനക്ക് ഇത്രയും നല്ല ഓഫറൊക്കെ കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വരുന്നു സച്ചി. അപ്പോൾ സച്ചി വന്നിട്ട്, എന്താ രേവതി, എന്താ നിന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ വിളിക്കാനായിട്ട് പറ്റില്ല. എന്താ പ്രത്യേകത, സ്വീറ്റൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ രേവതി? അത് പിന്നെ സച്ചിയേട്ടാ, ആ ഓർഡർ ഇല്ലേ, അതിൻ്റെ ബാക്കി പൈസയും കൂടി എനിക്ക് കിട്ടി. എല്ലാവർക്കും ഞാൻ ചെയ്ത വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രുതിയൊക്കെ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരും വരുന്നു സ്വീറ്റൊക്കെ ആയിട്ട്. അപ്പോൾ രേവതി കൊടുത്തതിന് പിന്നെ ഈ സ്വീറ്റൊക്കെ ആർക്ക് വേണം, കൊണ്ടുണ്ട് പോ. മനുഷ്യൻ ഇവിടെ നല്ലൊരു കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ, അതെ അച്ഛാ, ഞങ്ങൾ ആ ഡീൽ ഉറപ്പിച്ചു, ആ വീട് മേടിക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ പൊന്നച്ഛ അമ്മേ, ആ വീടൊന്ന് പോയി കാണേണ്ടതായിരുന്നു, രാജകൊട്ടാരം അല്ലേ. ഞങ്ങൾ അവരായിട്ട് ആ ഡീൽ ഉറപ്പിച്ചു. ഇനി ആ വീട്ടിലായിരിക്കും ഞങ്ങളുടെ താമസം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചിയും രേവതി ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇങ്ങോട്ട് ആലോചിക്കുകയാണ്. അവരൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. വളരെയേറെ സങ്കടം തോന്നി നമ്മുടെ സച്ചിക്ക്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.